Meet the editors. നീക്കം ഗുണം ചെയ്യുമോ എന്നാണ് ചോദ്യം. നമുക്കിപ്പോൾ പിയ സുനിൽ ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. പിയ സുനിൽ, ഈ നീക്കം ഗുണം ചെയ്യുമോ? ഇന്ത്യ ചൈന ഭായ് ഭായ് അഗെയിൻ. തീർച്ചയായും ഗുണം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ നീക്കം ഒരുപാട് മുൻപേ തുടങ്ങേണ്ടതായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. നമുക്കറിയാം, ചൈന നമ്മുടെ അയൽരാജ്യമാണ്. അയൽരാജ്യവുമായി കൊമ്പുകോർക്കുകയും ഒരുപാട് അകലെ കിടക്കുന്ന അമേരിക്കയുമായി സൗഹൃദം ഊട്ടി ഉറപ്പിക്കാനുമാണ് ഒരുപാട് കാലമായി ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിന് ഒരുപാട് വിട്ടുവീഴ്ചകളും ഇന്ത്യ ചെയ്തിട്ടുണ്ട്. നെഹ്റുവിൻ്റെ കാലത്താണെങ്കിൽ ചെറുചേരാ നയമായിരുന്നു. അതിനുശേഷം നയതന്ത്ര നീക്കങ്ങളിലൊക്കെ തന്നെ മാറ്റങ്ങൾ വന്നു. ഏറ്റവും ഒടുവിൽ അമേരിക്കയ്ക്ക് ഒക്കെ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ മാറുന്നത് നമ്മൾ കണ്ടതാണ്. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് അന്ന് സർക്കാർ താഴെ പോയാലും വേണ്ടില്ല, അമേരിക്കയുമായി ആണവ കരാർ ഒപ്പുവയ്ക്കും എന്ന നീക്കത്തിലായിരുന്നു ഇന്ത്യ. അങ്ങനെ ഇന്ത്യ അമേരിക്ക ആണവ കരാർ ഒപ്പുവയ്ക്കാനുള്ള നീക്കം, ആ ആണവ കരാർ ഒപ്പുവെച്ച തീരുമാനത്തിന് തൊട്ടു പിന്നാലെ ഇടതുപക്ഷ പാർട്ടികൾ അന്ന് UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നു. UPA സർക്കാർ അവിശ്വാസം നേരിടുന്നു. അങ്ങനെ വലിയ ബഹളങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടതാണ്. അസാധാരണ നീക്കങ്ങളൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടതാണ്. എല്ലാം അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതിൻ്റെ തുടർച്ചയായിരുന്നു. അതിൻ്റെ അതേ തുടർച്ചയായിരുന്നു നരേന്ദ്രമോദി സർക്കാരും പിന്തുടർന്നത്. അമേരിക്കയുമായി നല്ല ബന്ധം തുടർന്നു. അപ്പോഴും ചൈനയുമായി എപ്പോഴും കലഹിച്ച് തന്നെ മുന്നോട്ട് പോയി. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ആദ്യ ട്രംപ് സർക്കാരിൻ്റെ കാലത്ത് ഹൗഡി മോഡി പരിപാടിയിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി അമേരിക്കയിലെത്തിയപ്പോൾ അന്ന് ട്രംപിന് വേണ്ടി നരേന്ദ്രമോദി വോട്ട് ചോദിക്കുകയാണ്. അബ് കി ബാർ ട്രംപ് സർക്കാർ. ഒരുപക്ഷെ ഒരു ലോക നേതാവും മറ്റൊരു രാഷ്ട്രത്തിൽ പോയി ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അങ്ങനെ വലിയ സൗഹൃദമായിരുന്നു. തോളിൽ കൈയിട്ടാണ് ഈ നേതാക്കളൊക്കെ തന്നെ നടന്നത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ ട്രംപിൻ്റെതായ പണി കാണിച്ചു, ട്രംപിൻ്റെതായ നിലപാട് സ്വീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഈ ട്രംപ് കൊണ്ടുപോയി. നോക്കൂ, ഈ അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ഈ ഒരു സൗഹൃദ നീക്കവും വിട്ടുവീഴ്ചകളും ഒക്കെ തന്നെ നയതന്ത്ര ബന്ധത്തിൽ ഇന്ത്യയുടെ അയൽ രാഷ്ട്രങ്ങളുമായൊക്കെ തന്നെ ഇന്ത്യക്ക് തെറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് നല്ല സൗഹൃദം പാകിസ്ഥാനുമായി നേരത്തെയില്ല. ചൈനയുമായുള്ള സൗഹൃദം നഷ്ടമായി, ശ്രീലങ്കയുമായുള്ള സൗഹൃദം നഷ്ടമായി. എന്തിന് ഇന്ത്യ മോചിപ്പിച്ച ബംഗ്ലാദേശുമായി പോലും ഇപ്പോൾ നല്ല സൗഹൃദമില്ല. നേപ്പാളുമായി, ഇന്ത്യയുടെ അയൽ രാജ്യമായി തൊട്ട് ചേർന്ന് കിടക്കുന്ന നേപ്പാളിൽ നിന്ന് ഒരുപാട് തൊഴിലാളികൾ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്ന സാഹചര്യമൊക്കെയുള്ള ആ നേപ്പാളുമായി പോലും ഇപ്പോൾ ഇന്ത്യക്ക് നല്ല സൗഹൃദമില്ല. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ. അപ്പോഴും അമേരിക്കയുമായി ഒന്നിച്ചു നിൽക്കാനാണ് ഇന്ത്യ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അയൽ രാജ്യങ്ങളെയൊക്കെ തന്നെ ശത്രുപാളയത്തിൽ നിർത്തി മുന്നോട്ട് പോകാനും ഇന്ത്യ ശ്രമിച്ചു. അപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയുടെ എല്ലാ അയൽ രാജ്യങ്ങളും ഇന്ത്യയെ ആക്രമിക്കാനുള്ള പാകിസ്ഥാൻ നീക്കത്തിന് പിന്തുണ നൽകുകയാണ് ചെയ്തത്. പരസ്യമായ പിന്തുണ ചൈന മാത്രമേ നൽകിയുള്ളൂ എങ്കിൽ പോലും മറ്റെല്ലാ രാഷ്ട്രങ്ങളും മാനസികമായി പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോഴും അമേരിക്കയ്ക്കൊപ്പം ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ എന്താ കണ്ടത്? ഡൊണാൾഡ് ട്രംപ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം, ഇന്ത്യയെ വിറപ്പിച്ച ശേഷമാണ് ഈ ഒരു സംഘർഷത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. മാത്രമല്ല, പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെ വൈറ്റ് ഹൗസിലേക്ക് ചുവന്ന പരവതാനി വിരിച്ച് ഡൊണാൾഡ് ട്രംപ് സ്വാഗതം ചെയ്തു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന് വിരുന്ന് സൽക്കാരം നൽകുന്നു. അങ്ങനെ പാകിസ്ഥാനൊപ്പമാണ് എന്ന് വരുത്തി തീർത്ത് ഇന്ത്യയെ അപ്പോഴും ഒരു വിരട്ടി നിർത്താനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം നമുക്കറിയാം, അമേരിക്കയുടെ രാഷ്ട്രീയം എന്നത് അമേരിക്ക ഭയപ്പെടുന്നത് ചൈനയുടെ വളർച്ചയാണ്. അപ്പോൾ ചൈനയെ, ഏഷ്യൻ രാജ്യങ്ങളിൽ ചൈനയെ നേരിടാനുള്ള ഒരു ശക്തിയായി മാറാൻ ഇന്ത്യ പോലൊരു രാജ്യത്തെ കൂടെ നിർത്തേണ്ടത് അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് പാകിസ്ഥാനെയും അതിനേക്കാൾ കൂടുതൽ ഒപ്പം നിർത്തേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കണം. കാരണം ഇറാനെ അടിക്കണമെങ്കിൽ പാകിസ്ഥാനെ കൂടെ നിർത്തണം. ഇറാനെ നേരിടാൻ വേണമെങ്കിൽ പാകിസ്ഥാൻ്റെ മണ്ണ് അമേരിക്കയ്ക്ക് നൽകാൻ പാകിസ്ഥാൻ തയ്യാറാണ്. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെയൊരു നീക്കത്തിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെ കൂടുതൽ കൂടെ നിർത്തുക, ഇന്ത്യക്ക് അതിലൂടെ സന്ദേശം നൽകുക, ഇങ്ങനെയൊക്കെ ഒരു രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ചും രാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തിയുമൊക്കെയുള്ള നീക്കങ്ങൾ എത്രയോ കാലമായി അമേരിക്ക തുടരുന്നതായിരുന്നു. ഏതായാലും അതിൽ നിന്നൊരു തിരിച്ചറിവ് മോദിയുടെ ഒരു ടൈഗർ ഡിപ്ലോമസിക്ക് ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോദിയുടെ ടൈഗർ ഡിപ്ലോമസി എന്നാണ് മോദിയുടെ ഈ ഒരു ഡിപ്ലോമാറ്റിക് നീക്കത്തെയൊക്കെ തന്നെ വിലയിരുത്തുന്നത്. കാരണം വളരെ ഷാർപ്പായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നയതന്ത്ര നീക്കങ്ങൾ എന്നത്. ഷാർപ്പായി
ലൈവായി ഇടപെടുക, പരസ്യമായി ഇടപെടുക. ട്രംപ് നടത്തുന്നതും ഏതാണ്ട് അതേപോലെ തന്നെയാണ്. കാരണം രഹസ്യമായി നടത്തിയിരുന്ന നീക്കങ്ങളെല്ലാം നേരിട്ട് വളരെ പരസ്യമായി ഷാർപ്പായി കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു രീതിയാണ് മോദി സ്വീകരിച്ചിരുന്ന ടൈഗർ ഡിപ്ലോമസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിപ്ലോമസിയിൽ നിന്ന് മാറി ഇപ്പോൾ ചൈനയുമായി ഇങ്ങനെയൊരു സൗഹൃദത്തിലേക്ക് വരുന്നത് തീർച്ചയായും ചരിത്രപരമാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ചൈനയുമായി അടുത്തു നിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, നോക്കൂ, ഈ സംഘർഷങ്ങളുടെ പേരിൽ ഇന്ത്യക്ക് കൊടുക്കേണ്ടി വന്ന വില ചെറുതൊന്നുമല്ല. 1962 യുദ്ധം നമുക്കറിയാവുന്ന നെഹ്റുവിൻ്റെ കാലത്ത് ചൈന ഇന്ത്യയെ ആക്രമിച്ചത് അന്ന് ഇന്ത്യ അറിഞ്ഞുപോലുമില്ല. ആക്രമണം ഇന്ത്യക്ക് നേരെ ചൈന നടത്തിയത് അന്ന് അതിൻ്റെ നെഹ്റുവിൻ്റെ അവസാന കാലത്തൊക്കെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ മനോവിഷമം ഉണ്ടാക്കിയതാണ് ഈ ചൈന ഇന്ത്യക്ക് നേരെ നടത്തിയ ആക്രമണം. കാരണം നല്ല സൗഹൃദത്തിലായിരുന്നു ഇരു രാജ്യങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. 2021 ഗൽവാനിലെ സംഘർഷം നമുക്കറിയാം. അപ്പോൾ ആ സംഘർഷത്തിൻ്റെ തുടർച്ച ഇപ്പോഴുമുണ്ട്. പല ചൈനീസ് പട്ടാളം ഇപ്പോഴും ഇന്ത്യൻ മണ്ണിലാണ് എന്നൊക്കെയുള്ള വലിയ വിവാദങ്ങളൊക്കെ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ചൈനയുമായി നല്ല സൗഹൃദത്തിലേക്ക് പോകാനും ചൈനയുമായി ഒന്നിച്ചു നിൽക്കാനും ഒക്കെയുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഇന്ത്യ എടുക്കുന്നത്, അതിപ്പോൾ താരിഫ് വിവാദത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും അത് വലിയ ഒരു സന്ദേശം നൽകുന്നതാണ്, നല്ല തീരുമാനത്തിലേക്ക് പോകുന്നതിൻ്റെ സൂചനയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ആഗോള ശക്തിയായി അമേരിക്കയെ നിർത്താൻ എന്തൊക്കെ നീക്കം നടത്താൻ പറ്റുമോ അതൊക്കെ നടത്താണ്. ഇന്ത്യയെ ഭീഷണിപ്പെടുത്തണോ? ഇന്ത്യയെ ഭീഷണിപ്പെടുത്തും. എത്ര നല്ല സുഹൃത്തുക്കളായിരുന്നു. മോദി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞ ആളാണ് ട്രംപ്. അടുത്ത നിമിഷം തന്നെ മോദി ഏറ്റവും വലിയ ശത്രുവാവുകയാണ്. ഒരു കാരണവുമില്ലാതെയാണ് ഇന്ത്യക്ക് മേൽ 50% ടാരിഫ് ചുമത്തിയത്. എന്താണ്? റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് ഇന്ത്യക്ക് മേൽ താരിഫ് കൂടുതൽ ചുമത്തുന്നതാണ്, പിഴ ചുമത്തുന്നതാണ്. കാരണം റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ കാരണക്കാരൻ ഇന്ത്യയാണെന്നാണ് ട്രംപിൻ്റെ അഡ്വൈസർ പറയുന്നത്, പീറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് അമേരിക്കയുടെ ഒരു നയം എന്നത്. ഇപ്പോൾ അമേരിക്ക പ്രധാനമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്, അതിലൂടെ ഇന്ത്യക്ക് ശക്തമായ അടി നൽകാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് ചേഞ്ച് നരേന്ദ്രമോദി വരുത്തുന്നത് തീർച്ചയായും പ്രതീക്ഷ നൽകണം. ചൈന എന്നത് അതിവേഗം വളരുന്ന രാജ്യമാണ്. ഇപ്പോൾ അമേരിക്കയും ചൈനയുമായി തെറ്റിയാൽ നഷ്ടമുണ്ടാകുന്നത് ചൈനയ്ക്കല്ല, അമേരിക്കയ്ക്കാണ്. അതേസമയം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ തെറ്റുമ്പോൾ നഷ്ടമുണ്ടാകുന്നത് ഇന്ത്യക്കാണ്. $300 ബില്യൺ കയറ്റുമതിയാണ് ചൈന അമേരിക്കയിലേക്ക് നടത്തുന്നത്. മാത്രമല്ല, നിർമ്മാണ രംഗത്ത്, ഉൽപ്പാദന രംഗത്ത്, ഡിജിറ്റൽ രംഗത്ത്, AI രംഗത്ത്, എല്ലാ മേഖലകളിലും, ഡിഫൻസ് രംഗത്ത്, എല്ലാ മേഖലകളിലും ചൈന കുതിച്ചുയരുകയാണ്. അമേരിക്ക അത് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു, ചൈന അത് പറയാതെ ചെയ്യുന്നു. അപ്പോൾ ആ നിലയിൽ വളരുന്ന ഒരു രാജ്യമാണ് ചൈന. ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണം കിട്ടുന്നത് ചൈനയ്ക്കൊപ്പം നിൽക്കുന്നതാണ്. അതല്ലാതെ ഒരുപാട് അകലെ നിൽക്കുന്ന അമേരിക്കയുമായി സൗഹൃദമുണ്ടാക്കി അയൽ രാജ്യങ്ങളെയൊക്കെ തന്നെ പിണക്കി എന്നും ഈ ഒരു സംഘർഷ സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് കൂടുതൽ സൗഹൃദത്തിൽ ചൈനയുമായി ഇപ്പോൾ അടുക്കുന്ന ഈ ഒരു നീക്കം കൂടുതൽ ദൃഢപ്പെടുത്തിയാൽ ഇന്ത്യക്ക് അത് ഗുണമേ ചെയ്യുകയുള്ളൂ. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി പഴയകാലത്തുണ്ടായിരുന്ന രീതിയിലുള്ള ഒരു ചേരുചേരാ സമീപനവും ഇന്ത്യക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗുണമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ നീക്കം പ്രതീക്ഷ നൽകുന്നതാണ്. ഇത് തീർച്ചയായും ഒരു നല്ല നീക്കമായി തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഓക്കെ, താങ്ക് യു. പിയാസുനിലാണ് ഡൽഹിയിൽ നിന്നും ചേർന്നത്. ജിമ്മി, കഴിഞ്ഞ വർഷം കസാനിലാണ് ഇരുവരും തമ്മിൽ അവസാനമായിട്ട് കണ്ടുമുട്ടുന്നത്. അതിനുശേഷം ബന്ധത്തിൽ കാര്യമായ ഉലച്ചിലുകൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നതിനും അപ്പുറത്തേക്ക് നേരിട്ടുള്ള ഏറ്റുമുട്ടലേക്ക് ഇന്ത്യയും ചൈനയും പോയിരുന്നില്ലെന്ന് മാത്രമല്ല, അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഈ നികുതി യുദ്ധം വരുന്ന സമയത്ത്, തീരുവ യുദ്ധം വരുന്ന സമയത്ത് ചൈനയിലേക്ക് കൂടുതൽ അടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. റഷ്യയുടെയും ഒപ്പം നിൽക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചൈനയിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അടുത്തൊരു ലെവലിലേക്ക് പോവുകയാണെന്ന മട്ടിലാണ്. നീക്കം ഗുണം ചെയ്യുമോ? ഈ നീക്കം ഗുണം ചെയ്യുമോ എന്ന ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളതാണല്ലോ ആദ്യം നമ്മൾ നോക്കേണ്ടത്. എന്താണ് പ്രശ്നം? എന്താണ് സംഭവിച്ചത്? അതുകൊണ്ട് ഇന്ത്യക്കുണ്ടായ തിരിച്ചടി എന്താണ്? ഇന്ത്യ അത് എങ്ങനെ പരിഹരിക്കും? ഈ 3 വിഷയങ്ങളെ വെച്ചിട്ട് വേണം നമുക്ക് കുറേ ബഹളങ്ങളും കുറേ യാത്രകളും കുറേ പ്രസ്താവനകളും കോൺഗ്രസിൻ്റെ കളിയാക്കലുകളും ഒക്കെ അപ്പുറം വ്യക്തത വരണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണം. ഇന്ത്യയിൽ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ തിരുപ്പൂരിലായാലും തിരുപ്പൂരിലെ നിസ്സാര വിലയ്ക്ക് തുണിത്തരങ്ങൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് വലിയ വലിയ കപ്പലുകളിൽ വലിയ കെട്ട് കണക്കിന് പോകേണ്ട സാധനങ്ങൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്ധ്രയിൽ, കൊച്ചിയിൽ ചെമ്മീൻ കെട്ടുകളിൽ വളരെ വലിയ സങ്കടമാണ്. കോയമ്പത്തൂരിൽ, നോയിഡയിൽ ഇന്ത്യയുടെ ഉൽപ്പാദന മേഖലയിൽ മുഴുവൻ വലിയ പ്രതിസന്ധിയാണ്. അമേരിക്ക എന്ന ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിയ മാർക്കറ്റിലേക്ക് പോകേണ്ട സാധനങ്ങൾ മുഴുവൻ എങ്ങോട്ട് അയക്കുമെന്നില്ലാതെ ഇരിക്കുകയാണ്.
ഇതാണ് നമ്മുടെ പ്രശ്നം. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര അലയാണ് അമേരിക്ക ഇതുവരെ. വ്യാപാര അല എന്ന് പറഞ്ഞാൽ കയറ്റുമതിയാവും ഇറക്കുമതിയാവും. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, കഴിഞ്ഞ വർഷം നമ്മൾ അമേരിക്കയിലേക്ക് $78 ബില്യൺ കാര്യങ്ങൾ കയറ്റുമതി ചെയ്തു. സേവന മേഖലയിൽ നിന്നാണെങ്കിൽ അത് 110 ബില്യൺ വരും. എന്ന് വെച്ചാൽ ഏതാണ്ട് 200 ബില്യൻ്റെ കയറ്റുമതി അങ്ങോട്ട് നടക്കുന്നു. തിരിച്ച് അമേരിക്കയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തത് 41 ബില്യൺ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ 160 ബില്യൺ ഇന്ത്യക്ക് ലാഭമുണ്ടാക്കുന്ന ഒരു കച്ചവടമാണ് കഴിഞ്ഞ വർഷം നടന്നത്. സർപ്ലസ് അത്രയും ലാഭമുണ്ടാകുന്നു. അത് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് വിഷയം. ഇന്ത്യക്ക് അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് പോയി. അമേരിക്ക എന്ന് പറയുന്ന ഏറ്റവും വലിയ മാർക്കറ്റ് ലക്ഷ്യം വെച്ച് ഇവിടെ ഉണ്ടായിരുന്ന വ്യവസായങ്ങൾ, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ, അവർ നടത്തിയ കമ്പനികൾ, ആ കമ്പനികൾ തയ്യാറാക്കി വെച്ച ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന അസംസ്കൃത വസ്തുക്കൾ, ഇതെല്ലാം വലിയ നഷ്ടത്തിലേക്ക് പോവുകയാണ്. ഇതാണ് ഇന്ത്യയുടെ പ്രശ്നം. അപ്പോൾ ഇതുകൊണ്ടുള്ള നഷ്ടം എന്താണ്? ഇന്ത്യയിലെ ആയിരക്കണക്കിന് ചെറുകിട വൻകിട സ്ഥാപനങ്ങൾക്കെല്ലാം തിരിച്ചടി ഉണ്ടാവുകയും വളരെ വലിയ തൊഴിലില്ലായ്മ വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ പരിഹാരം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞു പ്രശ്നം എന്താണ് സംഭവിച്ചത്, അതുകൊണ്ടുണ്ടായ പ്രശ്നം എന്താണ്, ഇനി എന്താ പരിഹാരം? ഈ ഉൽപ്പന്നങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കണം. നമുക്ക് അമേരിക്ക പോലെ ഒരു വലിയ മാർക്കറ്റ് വേണം. ഇതാണ് വിഷയം അല്ലേ? അവിടെ നമ്മൾ ചൈനയെ കാണാൻ പോവുകയാണ്. ഏതാ ചൈന? ഉപ്പത്തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന, ഇതുപോലെ തന്നെ ഇന്ത്യയെപ്പോലെ ഇന്ത്യയുടെ 10 ഇരട്ടി സാധനങ്ങൾ അമേരിക്കയിലും മറ്റ് സ്ഥലങ്ങളിലും വിൽക്കുന്ന, അതോടൊപ്പം അസംസ്കൃത വസ്തുക്കളും അമേരിക്കയ്ക്ക് നമുക്കൊക്കെ തരുന്ന ഒരു രാജ്യമാണ് ചൈന. ചൈനയിൽ ഈ സാധനങ്ങൾ വിൽക്കുന്നതാണോ വിചാരിക്കുന്നത്? കൊല്ലക്കുടിയിൽ സൂചി വിൽക്കാൻ പറ്റുമോ? അവർക്കതുണ്ടെന്നേ. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ വിലക്കുറവിൽ ചൈന നിർമ്മിക്കുകയും, ലോകത്തിൻ്റെ ഫാക്ടറിയാണ് ചൈന. അതാണ് ചൈനയുടെ ഗുണം. അവിടെ ആൾക്ക് വാങ്ങിക്കാനല്ല. ചൈനയിൽ ഉണ്ടാക്കുന്ന കോടിക്കണക്കിന് സെൽഫോണുകൾ ചൈനയിലെ ആളുകൾക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് വാങ്ങിക്കാനുള്ള വാങ്ങൽ ശേഷിയും കുറവാണ്. അത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ ചൈന നിങ്ങളുടെ ഒരു മാർക്കറ്റല്ല. നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതൊരു മാർക്കറ്റാണ്. അങ്ങനെ ഒരു മാർക്കറ്റ് നമുക്കില്ല. ഇനി അടുത്തത് എന്താ? ഇന്ത്യ മോദി തൊട്ട് മുമ്പ് പോയ ജപ്പാനിലേക്ക് കയറ്റുമതി വെറും $5 ബില്യൺ കഴിഞ്ഞ വർഷം. ഇറക്കുമതി എത്രയാ? 18 ബില്യൺ. അതായത് നമ്മളങ്ങോട്ട് കയറ്റുമതി ചെയ്തതിനേക്കാൾ കൂടുതൽ നമ്മളിങ്ങോട്ട് ഇറക്കുമതിയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ നമ്മൾ വിൽക്കുന്ന ഒരു മാർക്കറ്റേ അല്ല. ജപ്പാൻ ഒരു വളരെ ചെറിയ രാജ്യമാണ്. ചൈനയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ചൈനയിൽ നടക്കില്ല. അതിൻ്റെ കണക്ക് തന്നെയുണ്ട്. ഇന്ത്യ അങ്ങോട്ടേക്ക് $16 ബില്യൺ സാധനങ്ങളെ കയറ്റി വെച്ചിട്ടുള്ളൂ. തിരിച്ചെത്രയാണ് വരുന്നതെന്നറിയാമോ? $102 ബില്യൺ സാധനങ്ങൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണ്. ചൈന നമ്മളെയാണ് മാർക്കറ്റായി കാണുന്നത്, നമ്മൾ ചൈനയല്ല. ചൈന ഇപ്പോൾ ഒരു സാധനം നിങ്ങൾക്ക് വിൽക്കാനും പറ്റില്ല. ഇനി റഷ്യ ആണെങ്കിലോ? റഷ്യയിൽ ഇതിലും തമാശയാണ്. വെറും 5 ബില്യണേ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുള്ളൂ. റഷ്യയിൽ നിന്ന് 63 ബില്യൺ, അത് പെട്രോൾ അടക്കമുള്ള സാധനങ്ങളാണ്, നമ്മൾ തിരിച്ചിങ്ങോട്ട് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. റഷ്യയും അത്ര വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമല്ല. അങ്ങനെ ഒരു മാർക്കറ്റും റഷ്യയിലില്ല. ചുരുക്കത്തിൽ സുഹൃത്തുക്കളെ, ഇന്ത്യക്കൊരു മാർക്കറ്റില്ല. ആ മാർക്കറ്റ് തപ്പിയാണ് ഇന്ത്യ നടക്കുന്നതെങ്കിൽ ഇന്ത്യ പോകേണ്ട രാജ്യം ചൈനയോ, ഇന്ത്യ പോകേണ്ട രാജ്യം ജപ്പാനോ റഷ്യയോ അല്ല. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്ണർ അമേരിക്കയാണെങ്കിൽ രണ്ടാമത്തേത് UAE ആണ്. UAEയിലേക്ക് ഇന്ത്യ എക്സ്പോർട്ട് എത്ര അറിയാമോ? $37 ബില്യൺ ഉള്ള എക്സ്പോർട്ട് നടക്കുന്നുണ്ട്. ഇറക്കുമതി 63 ബില്യൺ. കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷേ അവിടെയും ഇറക്കുമതിയാണ് കൂടുതൽ. അടിസ്ഥാനപരമായി ഇന്ത്യയുടെ ഒരേ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കൂടുതൽ നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് പണം കിട്ടിക്കൊണ്ടിരുന്നൊരു മാർക്കറ്റാണ് പോയത്. ഈ മാർക്കറ്റിനെ നിങ്ങൾ പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ട രാജ്യങ്ങൾ യൂറോപ്പാണ് അമേരിക്ക കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട വിപണന മേഖല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ സർക്കാർ ആ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നടത്തി. ഇന്ത്യൻ ഗാർമെൻറ്റ്സ് ലോകമെങ്ങും പരിചയപ്പെടുത്താനുള്ള വലിയ ക്യാമ്പയിന് ഇന്ത്യ തുടക്കം കുറിച്ചു. അത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള റഷ്യയിലോ ചൈനയിലോ പോയിട്ടല്ല. റഷ്യയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആളില്ല. ചൈനയിൽ നിങ്ങളെക്കാൾ എളുപ്പത്തിൽ നിസ്സാര വിലയ്ക്ക് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. യൂറോപ്പിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമാണ് തിരിഞ്ഞത്. അപ്പോൾ അവിടെയാണ് വിഷയം. അല്ലാതെ അമേരിക്കയുമായുള്ള തീരുവ യുദ്ധത്തിൽ ജയിക്കാൻ ഇന്ത്യക്ക് പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുകയാണ് ലക്ഷ്യമെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അത് മണ്ടത്തരമാണ്. ഇനി ചൈനയുമായി അടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ടല്ലോ, വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ചൈന ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ശത്രുവായി മാറിയ ഒരു സാഹചര്യമാണ്. ഏത് നിമിഷവും ചൈന നമ്മളെ ആക്രമിക്കുമെന്ന ഭയത്തിൽ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുന്ന ഭയത്തിലാണ് ചൈനയും നിൽക്കുന്നത്. ഗൽവാൻ വാലിയിൽ 2020 ആക്രമണത്തിന് ശേഷം അവിടത്തെ കൊണ്ട് അവസാനിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി കയറുകയുമൊക്കെയുണ്ട്. എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനം നിർണായകമായ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ചൈനയാണ് പ്രധാനപ്പെട്ട ആയുധങ്ങൾ നൽകിയതെന്നും യുദ്ധതന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തതെന്നും സാങ്കേതിക വിദ്യ ഓതിക്കൊടുത്തതെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്രയൊക്കെ ചെയ്ത ഒരു ചൈന അത് മാത്രമല്ല ചെയ്തത്,
ഇന്ത്യക്ക് ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങളെയും അങ്ങ് നേപ്പാൾ മുതൽ ഇങ്ങ് താഴെ മാലിയെ വരെ ഒരു നൂല് പോലെ പിടിച്ച് ഇന്ത്യക്കെതിരെ നിർത്തിയിരിക്കുകയാണ്. ചൈനയുടെ ലക്ഷ്യം ഇന്ത്യ മാത്രമല്ല, വേറെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യക്ക് അനങ്ങാൻ വയ്യാത്ത വിധം ഒരൊറ്റ സൗഹൃദ രാജ്യം നമുക്കില്ലാത്ത രീതിയിൽ അഫ്ഗാനിസ്ഥാനെ വരെ ചൈനയുടെ വരുതിയിൽ അവരുടെ മസിൽ പവർ കൊണ്ടും, അതായത് മിലിറ്ററി പവർ കൊണ്ടും മണി പവർ കൊണ്ടും പണം കൊടുത്തും അവർ വരുതിക്ക് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചൈനയുമായൊരു സഖ്യം ഇന്ത്യക്ക് ഒരുപാട് ആശ്വാസം നൽകും. ഒരു യുദ്ധമുണ്ടായാൽ പഴയതുപോലെ ചിലപ്പോൾ പാകിസ്ഥാനെ സഹായിക്കില്ല, ചൈനയുമായൊരു യുദ്ധം ഉണ്ടാകില്ല എന്നുള്ളതൊരു വലിയ ആശ്വാസമാണ്. ആ ആശ്വാസം നല്ലതാണ്. ഈ ഒരു അവസരത്തിൽ ചൈന ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ കൂടെ കൂട്ടുന്നത്. അത് അമേരിക്കയുമായുള്ള ഒരു വലിയ യുദ്ധത്തിൽ എങ്ങനെയാണ് ഇന്ത്യക്ക് ഈ കഴിഞ്ഞ ഒരു 5 വർഷം വലിയ പ്രാധാന്യം കിട്ടിയത്? അമേരിക്ക അവരുടെ ഏറ്റവും വലിയ ശത്രുവായി കണ്ടത് ചൈനയാണ്. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ മുതൽ ഗൾഫിലെ മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്ക അവിടെ സൈനിക ശക്തിയെ കുറച്ചത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ തന്നെ പിൻവലിച്ചു. എന്നിട്ട് അവരുടെ ശ്രദ്ധ മുഴുവൻ ചൈനയുമായുള്ള യുദ്ധത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഏഷ്യയിൽ ചൈനയ്ക്കെതിരെ നിൽക്കാൻ പറ്റിയ ഒരു സഖ്യകക്ഷിയായിട്ടാണ് ഇന്ത്യയെ അമേരിക്ക കണ്ടത്. പക്ഷേ ട്രംപ് വരുന്നതോടുകൂടി കാര്യങ്ങൾ തലകുത്തി മറിയുകയാണ്. ട്രംപ് ഒരു വേള നമുക്ക് തോന്നും ഒരു ഭ്രാന്തനാണെന്ന്. പക്ഷേ വളരെ കുശാഗ്ര ബുദ്ധിയുള്ള ഒരു കച്ചവടക്കാരനും വളരെ കുശാഗ്ര ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരനുമാണ് ഡൊണാൾഡ് ട്രംപ്. ഈ മുഴുവൻ ബഹളങ്ങൾക്ക് ശേഷം ചൈനയുമായ ഒരു ഡീലിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവർ തമ്മിൽ ഏതാണ്ട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു. നമുക്ക് തമ്മിൽ വലിയ യുദ്ധങ്ങളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നീക്കാമെന്ന് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് ഈ ബഹളം വെച്ച യൂറോപ്പിനെ ചൊൽപ്പൊടിയിൽ നിർത്തി. ചൈനയ്ക്ക് അനുകൂലമായി പോകാവുന്ന പലരെയും വിരട്ടി. അവസാനം ബാക്കിയായത് ഇന്ത്യയും റഷ്യയുമാണ്. റഷ്യയെ എന്തായാലും കൂടെ കൂട്ടാൻ ട്രംപ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വഴങ്ങും എന്ന് വിചാരിക്കുന്നു ഡൊണാൾഡ് ട്രംപ്. ചൈനയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കൂ. ചൈന ഇന്ത്യയെ വിശ്വസിക്കുമോ? ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ കൂടെ കൂടി ചൈനയ്ക്കെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപുമായുള്ള വിരോധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ കൈ നീട്ടുന്നതെന്ന് ചൈനയ്ക്ക് നല്ല പോലെ അറിയാം. നമുക്കും അറിയാം ചൈന നമ്മളെ സ്വീകരിക്കാൻ വരുന്ന സാധ്യത നമ്മൾ അമേരിക്കയുമായി തെറ്റിയ സാഹചര്യമാണെന്നും നാളെ ഇത് മാറുമെന്ന് ചൈനയ്ക്ക് സംശയമുണ്ടെന്നുള്ള കാര്യവും അവർക്കും അറിയാം. അപ്പോൾ അടിസ്ഥാനപരമായി ശത്രുവിന് ശത്രു എന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു പുതിയ ബന്ധം നിൽക്കുന്നത്. ഇത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ തൽക്കാലം ഒരു വെടിനിർത്തൽ, അതിർത്തിയിലൊരു ആശ്വാസം, പാകിസ്ഥാനുമായിട്ടൊക്കെ കൂടുതൽ സമാധാനപരമായ കാര്യങ്ങൾ നീങ്ങാൻ ചൈനയുടെ മധ്യസ്ഥം, ഇതൊക്കെ നടക്കും. ഒരു പക്ഷേ ഒരു പുതിയ സഖ്യം രൂപപ്പെടാനുള്ള സാധ്യതയും എല്ലാവരും പറയുന്നുണ്ട്. ചൈന, റഷ്യ, ഇന്ത്യ മുതലായ രാജ്യങ്ങൾ ചേർന്ന് അങ്ങനെയും സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും വഞ്ചി തിരുനക്കരയാ. നമ്മുടെ പ്രശ്നം മാർക്കറ്റാ. നമ്മുടെ പ്രശ്നം ആയിരക്കണക്കിന് വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നതും ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിൽ പോകുന്നതും ഇന്ത്യ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീഴാൻ പോകുന്നതുമാണ്. അതിനുള്ള പരിഹാരം മാർക്കറ്റ് കണ്ടെത്തുകയാണ്. അതിനുള്ള ഏറ്റവും നല്ല മാർഗം ഡൊണാൾഡ് ട്രംപ് എന്ന സായിപ്പിനെയും അമേരിക്ക എന്ന രാജ്യത്തെയും വരുതിയിലാക്കുക എന്നുള്ളതാണ്. അതിനെന്താണ് മാർഗം? ട്രംപ് 3 കാര്യങ്ങളിൽ ഇന്ത്യക്കെതിരെ ശക്തമായ നീക്കം നടത്തി. നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് ഒന്ന്, പാകിസ്ഥാനുമുള്ള കാര്യങ്ങളിൽ ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. നമുക്കത് അംഗീകരിക്കാനേ ആവില്ല. ആ കാര്യം നടക്കില്ല. അതുപോലെ തന്നെ കൃഷി, പാൽ മേഖലയിൽ വിപണി തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും ഇന്ത്യക്ക് അംഗീകരിക്കാനാവില്ല. 3, റഷ്യയുമായുള്ള ബന്ധം വളരെ നിസ്സാര വിലയ്ക്ക് നമുക്ക് എണ്ണ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത് നിർത്തണമെന്ന് പറഞ്ഞു. ഈ 3 കാര്യങ്ങളും ഇന്ത്യയുടെ മേലുള്ള പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു. അതോടൊപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സൂപ്പർ സൈസ്ഡ് ഈഗോയുള്ള 56 ഇഞ്ച് ഇമേജും ഈഗോയുമുള്ള ഒരു പ്രധാനമന്ത്രി. ഡൊണാൾഡ് ട്രംപും അതുതന്നെയാണ് സാധനം. ഒരു ഒന്നാം തരം വ്യക്തി ഇമേജിൽ ഭയങ്കരമായി അഭിനമിക്കുന്ന ഒരാളാണ്. ഈ 2 പേരും നാഴിയും തമ്മിൽ ചേരില്ല എന്ന് പറയും. ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത്, ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ വാർത്തയുണ്ട് ഇന്നലെ, ഡൊണാൾഡ് ട്രംപിന് ശരിക്കുള്ള പ്രശ്നം ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഞാൻ ഇടനില നിന്ന് ആ പ്രശ്നം പരിഹരിച്ചു, അതുകൊണ്ട് എനിക്ക് നൊബേൽ പ്രൈസിന് നിങ്ങൾ ശുപാർശ ചെയ്യണമെന്ന് പറഞ്ഞു. മോദി പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു. ഇതാണ് പ്രശ്നം. മോദിക്ക് എങ്ങനെ പറ്റും? അങ്ങനെ ശുപാർശ ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുമോ? അപ്പോൾ ഒരു കാരണവശാലും ഡൊണാൾഡ് ട്രംപുമായി നമുക്ക് സഹകരിക്കാനാവാത്ത പല പ്രശ്നങ്ങൾ, വ്യക്തിപരമായി, രാഷ്ട്രീയമായി, സാമ്പത്തികമായി എല്ലാം പ്രശ്നമുണ്ട്. അതുകൊണ്ട് ചൈനയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ഗുണം, ഒന്ന്, അമേരിക്കയെ ഭീഷണിപ്പെടുത്തി നോക്കാം. ഇങ്ങനൊരു പുതിയ സഖ്യം രൂപീകരിക്കുന്നു. ഇന്ത്യക്ക് ഒരുപാട് നഷ്ടമുണ്ടാകുമെങ്കിലും ചൈനയും റഷ്യയും ഇന്ത്യയും കൈകോർത്താൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് പലയിടത്തും ക്ഷീണമുണ്ടാകുമെന്നുള്ളൊരു ഭീഷണിയിൽ അമേരിക്ക വഴങ്ങണം. ഒരുപക്ഷെ ഇന്ത്യയുടെ നീക്കം അതായിരിക്കും. അങ്ങനെ വഴങ്ങിയില്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒരുപാട് നഷ്ടമുണ്ട്. ഇന്ത്യയിലേക്ക് വരുന്ന ചരക്കുകൾ മുഴുവൻ ഇല്ലാതായാൽ
ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അമേരിക്ക മനസ്സിലാക്കുകയും ഒരുപക്ഷെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്യാം. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ സുഹൃത്തായ ചൈന അമേരിക്കയുമായി വളരെ അടുത്ത ബന്ധമാണെന്നും അവരുടെ കച്ചവട കാര്യങ്ങൾ ഏതാണ്ട് സുഗമമായി പോവുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ചുരുക്കത്തിൽ ഇതൊരു നല്ല സൈനിക സഖ്യമാണ്. പക്ഷേ ഇന്ത്യയുടെ തകർന്നുപോയ സാമ്പത്തിക സഖ്യങ്ങളിൽ കച്ചവടങ്ങൾ നടത്താനുള്ള മാർക്കറ്റുകൾ കണ്ടെത്തുന്ന കാര്യത്തിൽ ഈ നീക്കം ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു വളരെ വലിയ 200 ബില്യൺ ഡോളറിൻ്റെ നഷ്ടമുണ്ടാക്കാൻ പോകുന്ന ഒരു തീക്കളിയാണ് എന്നുള്ളതാണ് സത്യം. ഇന്ത്യക്ക് ആ പ്രശ്നം പരിഹരിക്കാനായില്ലെങ്കിൽ ചൈനയുമായും റഷ്യയുമായുമൊക്കെയുള്ള സൈനിക സഖ്യം കൊണ്ട് പ്രത്യേകിച്ച് ഈ മേഖലയിൽ, അടിസ്ഥാനപരമായ മേഖലയിൽ വലിയ ഗുണമൊന്നും അത് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സുജയ, നീക്കം ഗുണം ചെയ്യുമോ? നീക്കം ഗുണം ചെയ്യും. കാരണം പോസിറ്റീവായ ഒരു ഔട്ട്കമ്മിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മളവിടെ കാണുന്നുണ്ട്. ഒരു ചരിത്രപരമായ ഒരു കൂടിക്കാഴ്ച എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് ഇന്നത്തെ കൂടിക്കാഴ്ച. കാരണം നരേന്ദ്രമോദിയെ ക്ഷണിച്ച് ആനയിച്ച് കൊണ്ടുപോകുന്ന ഷീ ജിൻപിങ്ങിനെ അടക്കം അവർ തമ്മിലുള്ള ഒരു ഊഷ്മളമായ ഒരു സൗഹൃദത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നത് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ SCO സമ്മിറ്റ് ആയിരുന്നല്ലോ വേദി, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ. അപ്പോൾ ടിയാൻജിൻ എന്ന് പറയുന്ന ആ ഒരു നഗരം അത് വേദിയായത് ചരിത്രപരമായ ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് എന്ന് കരുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളിൽ അവരുടെ ഒരു സംഭാഷണത്തിൽ വന്ന ഒരു വാചകം, രണ്ടുപേരുടെയും സംഭാഷണത്തിൽ കോമണായി വന്ന ഒരു വാചകം ഇന്ന് ഇപ്പോൾ അതിർത്തിയിൽ സമാധാനമുണ്ട്, സംഘർഷമില്ല എന്നതാണ്. അപ്പോൾ രണ്ടു കൂട്ടരും സംഘർഷം ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തിലേക്ക് പോകുന്നത് അതൊരു പുതിയ വേൾഡ് ഓർഡറിൻ്റെ, ഒരു ലോകക്രമത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായി വരികയാണെങ്കിൽ നല്ലതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എപ്പോഴും ഫ്രിക്ഷനുമായി അയൽപ്പക്കവുമായി ഒരു സംഘർഷത്തിൽ കഴിയുന്നത് ആഗ്രഹിക്കാത്ത ഒരാളെന്ന നിലയിൽ എനിക്കത് പോസിറ്റീവായിട്ടാണ് തോന്നിയത്. ഇവിടെ ഇന്ത്യ, ചൈന, റഷ്യ അങ്ങനെ ഒരു വ്യാപാര അച്ചുതണ്ട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നതാണല്ലോ അറിയേണ്ടത്. കാരണം അമേരിക്ക മാത്രമാണ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മാത്രമാണ് ഇന്ത്യയുടെ കയറ്റുമതിയെ ഏറ്റവും കൂടുതൽ തിരിച്ച് നമുക്ക് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കി തരാൻ കഴിയുന്ന രാജ്യം. അങ്ങനെയുള്ള ഒരു മേൽക്കോയ്മയോടുകൂടി അമേരിക്ക നിൽക്കുന്നത് കൊണ്ടാണ് എപ്പോഴും അമേരിക്കയ്ക്ക് വഴങ്ങാനോ അല്ലെങ്കിൽ അമേരിക്ക പറയുന്നതിനെ എതിർക്കാതിരിക്കാനോ ഒക്കെ മാറി മാറി വന്ന ഭരണാധികാരികൾ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നരേന്ദ്രമോദി ഡെയർ ചെയ്യുകയാണ്. ഈ 50% എന്ന് പറയുമ്പോൾ താരിഫ് വന്നപ്പോൾ മുതൽ ഒരു ഡെയറിംഗ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അത് ഗുണമാകുമോ ദോഷമാകുമോ എന്നതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം ഡെയർ ചെയ്യുന്നുണ്ട് എന്നത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാകുന്നത്. പക്ഷേ ഇവിടെ ചൈനയുമായിട്ടുള്ള ചർച്ചകളുടെ കാര്യത്തിൽ ഈ ടിയാൻജിനിൽ നടന്ന ഈ കൂടിക്കാഴ്ചയുടെ പേരിൽ ഓവർ ഒപ്റ്റിമിസ്റ്റിക് ഒന്നും ഞാൻ ആകുന്നില്ല. കാരണം അപ്പുറത്ത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ അവിടെ അത്രയും ഒരു ഓവർ ഒപ്റ്റിമിസത്തിലേക്കൊന്നും നമുക്ക് പോകേണ്ടതില്ല. ഇവിടെ പാകിസ്ഥാനുമായി വരുന്ന തർക്കങ്ങളിൽ, സംഘർഷങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ വരെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയത്താണല്ലോ ഈ കൂടിക്കാഴ്ച സംഭവിക്കുന്നത്. അതിൽ ചൈന എടുക്കുന്ന ന്യൂട്രൽ സ്റ്റാൻഡ്, അത് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, പാകിസ്ഥാനെയും സപ്പോർട്ട് ചെയ്യാതെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലേക്ക് ചൈന പോവുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. ചൈനയുടെ അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. കാരണം ഇവിടെ ഷീ ജിൻപിങ്ങിനോട് നരേന്ദ്രമോദി പറഞ്ഞത് പരസ്പരം വിശ്വാസം സൃഷ്ടിക്കണം എന്നതാണ് ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് 2017 ഡോക്ലാം, 2020 ലഡാക്ക്, അവിടെയാണ് 2 തവണയും ചൈനയുടെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടായത്, ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അതിന് റെസ്പോൺസും ഉണ്ടായത്. അപ്പോൾ ഈ ബീജിംഗിൽ ഈ കാര്യങ്ങളൊക്കെ സംഭാഷണ മധ്യേ കടന്നു വന്നിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ കൊടുത്ത മറുപടി ചൈനയുടെ പ്രതിരോധ സംവിധാനമടക്കം തകർത്തുകൊണ്ടാണ് പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ഇന്ത്യ ആക്രമണം നടത്തിയത് എന്നതും ചൈനയ്ക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ചൈന ഒരു പൊടിക്ക് താഴേക്ക് വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചൈനയുടെ ഭാഗത്തു നിന്ന് ഒരു വെൽക്കമിംഗ് മൂവി 7 വർഷത്തിന് ശേഷം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടാകുന്നത് ഒന്നുകിൽ അത് ഷീയുടെ ടാക്ടിക്സ് ആണ്, അതല്ലെങ്കിൽ ഷീ ഈ രീതിയിൽ ഒരു സഹകരണത്തിന് തയ്യാറാകുന്നു എന്ന ഒരു പോസിറ്റീവ് നോട്ടാണ്. ഇത് രണ്ടുമാണ്. ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന ആ ഒരു ഭീഷണി, ചൈനയും റഷ്യയും ഒക്കെ ഒരേ തരത്തിൽ തന്നെ ആ ഒരു വിഷമത്തിൽ കൂടി തന്നെയാണല്ലോ കടന്നു പോകുന്നത്. ഇന്ത്യക്ക് മാത്രമല്ലല്ലോ താരിഫ് എന്ന് പറയുന്നത് ഹൈക്ക് ചെയ്യുമ്പോൾ അതൊരു വലിയ വിഷയമായി മാറുന്നത്. ബീജിംഗും മോസ്കോയും ഓർക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഏഷ്യയിലെ വൻ ശക്തികൾ അവർ ഒന്നിച്ചു നിൽക്കണം. ബ്രിക്സിനപ്പുറം ഈ 3 രാജ്യങ്ങൾക്കിടയിൽ ഒരു ഒന്നിച്ചു നിൽക്കൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഓർമ്മിപ്പിക്കുന്ന ഒരു കൂടിക്കാഴ്ചയായി ഇത് മാറുകയാണ്. തീരുവയിൽ ഒന്നിക്കുന്നു. അതുപോലെ തന്നെ സമാധാനം, ബീയിങ് ടുഗദർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്നുള്ളത് പരസ്പരം ഇരു രാജ്യങ്ങളും ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഗ്ലോബൽ ബാലൻസിംഗ് പവർ, അത് അമേരിക്കയ്ക്കെതിരെ വളർന്നു വരിക എന്നതാണ് ഇപ്പോൾ ഇവരുടെ മുന്നിലുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അത് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ കഴിയും? അമേരിക്ക മാത്രമല്ല, യൂറോപ്യൻ കൺട്രീസ് ആ ഒരു പവർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്തൊരു ബാലൻസിംഗ് പവറായി മാറാൻ ഇവർക്ക്, ഈ 3 രാജ്യങ്ങൾക്ക് അവരുടെ നേതൃത്വത്തിൽ കഴിയുന്നുണ്ടോ എന്നതും ഇനി അങ്ങോട്ട് കാലം, അത് ടെസ്റ്റഡ് ബൈ ഇനിയുള്ള ഫർദർ ഇയേഴ്സിലാണത് കൂടുതൽ കൃത്യമായി വരിക. എന്തായാലും ആഭ്യന്തര വിപണിയുടെ കാര്യത്തിൽ ജിമ്മി ജെയിംസ് പറഞ്ഞ ആശങ്ക എനിക്കുമുണ്ട്. കാരണം ആഭ്യന്തര വിപണി കരുത്താർജിക്കണം എന്നുണ്ടെങ്കിൽ ഈ നീക്കുപോക്കുകൾ ഉണ്ടാകണമല്ലോ, വ്യാപാരം നടക്കണം. അപ്പോൾ ആ വ്യാപാരം നടക്കുന്നതിൽ ആഭ്യന്തര വിപണിയിൽ ഒരു
തകർച്ചയുണ്ടാകാതെ നോക്കുകയും വേണം. അതോടൊപ്പം തന്നെ കയറ്റുമതിയുടെ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിരുന്നതെങ്കിലും നിലനിർത്തിക്കൊണ്ടുപോകാനും കഴിയണം. അവിടെ എന്താണ് സംഭവിക്കുക? ട്രംപിന് ഇപ്പോൾ എന്തായാലും ടെൻഷൻ ആയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അമേരിക്കൻ കോൺഗ്രസ് പോലും ട്രംപിസത്തെ തള്ളി പറയുന്നതാണ്. അമേരിക്കൻ മാധ്യമങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയോടും റഷ്യയോടും ചൈനയോടും ഒക്കെ സ്വീകരിക്കുന്ന നിലപാട് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എന്താണ് ഡൊണാൾഡ് ട്രംപിന് നേരെ വന്ന കമന്റ് എന്നുള്ളത്. അപ്പോൾ ന്യായമായ വ്യാപാരം ഉറപ്പാക്കുമെന്ന് ഇരു രാജ്യങ്ങളും പറയുന്നുണ്ട്. അതിലൂടെയാണ് ആ ഒരു കൊണോട്ടേഷൻ വ്യാളി ആന സൗഹൃദം, ആ ഒരു സൗഹൃദം എന്ന് പറയുന്നത് അത് വെറും വാക്കാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് അതിൻ്റെ ഒരു റിയൽ സെൻസിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ MA ബേബിയൊക്കെ ചൈനയുമായി ഇന്ത്യ അടുക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നേതാവാണ്. അപ്പോൾ CPIM ഒക്കെ ഇതിനെ പിന്തുണച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരുന്നതും അവരുടെ കമൻസും ഒക്കെ ഞാൻ കണ്ടു. ശത്രുക്കളല്ല എന്ന ഒരു സമീപനത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുന്നതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നല്ല അയൽക്കാരാകേണ്ടത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2 രാജ്യങ്ങളായ നമ്മളാണ് എന്ന് ഷീ അതിന് തിരിച്ച് മറുപടി പറയുകയുമാണ്. കരുത്ത് കാട്ടിയ ശേഷമാണ് നരേന്ദ്രമോദി ഇന്ന് ഷീ ജിൻപിങ്ങിന്റെ മുന്നിൽ പോയി ഇരുന്നതും അവർ തമ്മിലുള്ള ആ 55 മിനിറ്റ് കൂടിക്കാഴ്ച നടന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ട്രംപിന് ടെൻഷൻ ഉണ്ടാക്കുന്ന 55 മിനിറ്റായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കരുതുന്നത്. റഷ്യയിലും ജപ്പാനിലും പോയ ശേഷമാണ് ചൈനയിലേക്ക് നരേന്ദ്രമോദി വരുന്നത്. ജപ്പാൻ എന്ന രാജ്യത്തിന്റെ വലിപ്പത്തിനപ്പുറം ജപ്പാനുമായിട്ടുള്ളൊരു സഹകരണം അത് കൂടുതൽ എൻഷുർ ചെയ്യുകയാണ്. നേരത്തെ മുതലേ ഉണ്ട്, അത് എൻഷുർ ചെയ്യുകയാണ്. 2ാം ലോക മഹായുദ്ധം മുതൽ അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണോ അതിനപ്പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവിടെ റഷ്യ, ജപ്പാൻ, ചൈന അങ്ങനെ ഒരു കണക്ഷൻ, കൃത്യമായ ഒരു പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നല്ല കാര്യമായി തന്നെയാണ് നമ്മൾ കാണേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ചൈന മുൻകൈ എടുത്തുകൊണ്ടുള്ള കോൺവെർസേഷൻസ് നടക്കുന്നു എന്നതും പ്രധാനമാണ്. അവിടെയും പരിഹരിക്കപ്പെടേണ്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന്മേൽ ഒറ്റ കൂടിക്കാഴ്ചയിലോ ഒറ്റ സംഭാഷണത്തിലോ പരിഹാരം ഉണ്ടാകുന്നവയല്ല. അത് ഭൂട്ടാന്റെയും തൈവാന്റെയും ഓട്ടോണോമിയുടെ കാര്യത്തിലായാലും അതിർത്തിയിലെ സംഘർഷങ്ങൾ, നമ്മൾ നേരത്തെ സോർട്ട് ഔട്ട് ചെയ്യാതെ നിൽക്കുന്ന സംഘർഷങ്ങളുണ്ട്, അതിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ പാകിസ്ഥാനോടുള്ള സമീപനം, തീവ്രവാദം തുടച്ചു നീക്കുന്നതിനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാടും അതുപോലെ പാകിസ്ഥാൻ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാൻ ഭീകരതയുടെ പ്രഭവകേന്ദ്രമായി നിൽക്കുമ്പോൾ പാകിസ്ഥാനോട് ചൈന എടുക്കുന്ന ഈ ഭീകരതയുടെ കാര്യത്തിലെ നിലപാടും അവിടെ സോർട്ട് ചെയ്യപ്പെടേണ്ട പ്രശ്നമായി നിൽക്കുന്ന 2ാമത്തെ കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ UN സെക്യൂരിറ്റി കൗൺസിലെ പെർമനന്റ് മെമ്പർഷിപ്പ് അതും ഒരു വിഷയമാണ്. അങ്ങനെയുള്ള പല വിഷയങ്ങളും അവിടെ നിൽക്കുന്നുണ്ട് ഇരു രാജ്യങ്ങൾക്കിടയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജപ്പാനിൽ പോയി പ്രധാനമായും ധാരണയായിരിക്കുന്നത് കമേഴ്സ്യൽ, ടെക്നോളജിക്കൽ, സെക്യൂരിറ്റി അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഈ കാര്യങ്ങളിലൊക്കെയുള്ള സഹകരണങ്ങളിലാണ്. ചൈനയുമായുള്ള ചർച്ചകൾ എന്തായാലും തുടരും എന്ന് പറയുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക്, സാഹചര്യങ്ങൾക്ക് അനുസരിച്ചൊക്കെ മാറ്റുന്നതാണ്, അല്ലെങ്കിൽ മാറ്റി എഴുതുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇവിടെ അധികാരത്തിൽ വന്ന ആദ്യ വർഷങ്ങളിലൊക്കെ പാകിസ്ഥാനുമായും വേണമെങ്കിൽ ഒരു ഷെയ്ഖ് ഹാൻഡ് എന്ന രീതിയിലേക്ക് ബന്ധം സ്ഥാപിക്കുന്നതിലേക്കൊക്കെ പോകുന്ന ഒരു നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടു. ഡൊണാൾഡ് ട്രംപിനെ ഫ്രണ്ട് എന്ന് വിളിച്ചു. പക്ഷേ ഫ്രണ്ട് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ടിനെ പറഞ്ഞു തിരുത്തേണ്ടതും ഒരു നല്ല ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിന്റെ ഒരു കടമയല്ലേ. അപ്പോൾ ഒരിക്കൽ ഫ്രണ്ട് എന്ന് വിളിച്ചു, നമസ്തേ ട്രംപ് എന്ന് പറഞ്ഞ പരിപാടി നടത്തി. അതിന്റെ അർത്ഥം ട്രംപ് പറയുന്ന എല്ലാ മണ്ടത്തരത്തിനും കൈയടിക്കണമെന്നല്ല. ഈ താരിഫ് എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി തുടരാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ? അതുകൊണ്ട് ആ കാര്യത്തിൽ രാജ്യത്തിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിൽ വിട്ടുവീഴ്ചയില്ല എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞത്. അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്നൊക്കെയുള്ളൊരു തിട്ടൂരം വന്നപ്പോഴേക്കും നടക്കില്ല എന്ന് തന്നെ അങ്ങ് തീർത്തു പറയാനും നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ ട്രംപിസത്തിന് കീഴടങ്ങാൻ നരേന്ദ്രമോദി തയ്യാറല്ല എന്നത് ലോകത്തിന് മുഴുവൻ കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം നല്ല രീതിയിൽ പോകുമ്പോഴാണ്, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദം നല്ല രീതിയിൽ പോകുമ്പോഴാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണ്, എല്ലാം ചെയ്തത് ഞാനാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെ അംഗീകരിക്കാൻ നരേന്ദ്രമോദി ഇതുവരെ തയ്യാറായിട്ടുമില്ല. അങ്ങനെയല്ല, ഒരാളുടെയും ഒരു രാജ്യത്തിൻ്റെയും മധ്യസ്ഥതയില്ല എന്നാണ് പാർലമെന്റിൽ തന്നെ കൊടുത്ത മറുപടിയിലും പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ ആണവായുധ ശേഖരം പാകിസ്ഥാനിലുണ്ട് എന്നൊക്കെയാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ അതിന് ഇന്ത്യയുടെ ആക്രമണത്തിൽ എന്തോ സംഭവിച്ചു എന്നും ആ ഒരു സമയത്ത് വാർത്തകൾ വന്നതാണ്. അപ്പോൾ ഈ യുദ്ധം തീർന്നു കിട്ടാൻ ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിച്ചത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനോട് പെട്ടെന്ന് നിർത്തിക്കോ അല്ലെങ്കിൽ തടി കഴിച്ചിലാക്കിക്കോ എന്ന് പാകിസ്ഥാനോട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുമാകാം, അമേരിക്ക പറഞ്ഞതുമാകാം. എന്തായാലും ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന്റെ വീരവാദത്തിന് മുന്നിൽ കീഴടങ്ങാൻ ഇന്ത്യ തയ്യാറല്ല എന്നത് ഇതിനകം തന്നെ ക്ലിയർ ആയ കാര്യമാണ്. ഇതിൽ എനിക്ക് ഉള്ള പേഴ്സണൽ ഒപ്പീനിയൻ, അമേരിക്ക ഒരു ലോക പോലീസായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും എപ്പോഴും ആ ലോക പോലീസിനെ വണങ്ങാതെ ഇടയ്ക്കൊക്കെ ഒന്ന് വെല്ലുവിളിക്കാൻ ചൈനയും ജപ്പാനും റഷ്യയും ഇന്ത്യയും ഒക്കെ ഒന്ന് തയ്യാറാകുന്നത് നല്ലതല്ലേ? ഇപ്പോൾ ലോകം മുഴുവൻ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക, അതാണ് ഇന്ത്യ
ഇന്ത്യയുടെ ലക്ഷ്യം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഈ മണ്ടൻ നീക്കം അത് നരേന്ദ്രമോദി ഉർവശി ശാപ ഉപകാരം എന്ന രീതിയിൽ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഇതുവരെയുള്ള ഒരു ടാക്ടിക്സ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അമേരിക്കയേക്കാൾ ശക്തമായ വിപണി കണ്ടെത്തുക എന്നതാണ് മുന്നിലുള്ള ലക്ഷ്യം. അത് ജിമ്മി ജെയിംസ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടണം. അപ്പോൾ ശക്തമായ ഒരു വിപണി സാധ്യതകൾ കണ്ടെത്തണം. അതിന് ചിലപ്പോൾ കുറച്ച് സമയമെടുത്തെന്ന് വരും. ഇവിടെ പരിഹസിക്കുന്നത് പോലെ പെട്ടെന്ന് സ്വിച്ചിട്ടതുപോലെ ഉണ്ടാകുന്നതല്ലല്ലോ ഈ വിപണി എന്ന് പറയുന്നത്. ഇന്ത്യക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതും നല്ലത്, ഇന്ത്യക്ക് സംഭവിക്കട്ടെ, ഇന്ത്യ അങ്ങ് മുടിഞ്ഞു പോട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴത്തെ ഈ ഒരു ടെൻഷൻസും അതുപോലെ തന്നെ വിപണിയിൽ സംഭവിക്കുന്ന നഷ്ടങ്ങളും ഒക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകും. എന്തായാലും പ്രധാനമന്ത്രി സ്ഥാനത്ത് 3 വട്ടം നരേന്ദ്രമോദി എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ അതിനെ ഏത് രീതിയിലാണ് ആരെയാണ് ചങ്ങാതിയാക്കേണ്ടത്, എങ്ങനെ വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളത് നരേന്ദ്രമോദിക്ക് കൃത്യമായി അറിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ പ്രോപ്പർ വേയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്തായാലും ഗുണം ചെയ്യുന്ന തരത്തിലാണ് നീങ്ങുന്നത്. ഓക്കെ, പല തലങ്ങളുണ്ട്, അങ്ങനെ തന്നെ പറയണം. പക്ഷേ ഇന്ന് കൗതുകകരമായ ഒരു കാര്യം നമ്മൾ കണ്ടത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു കൊണ്ടുവന്ന കാറിൽ തുടങ്ങുന്നുണ്ട്. അതിനകത്തെ വളരെ കൗതുകകരമായ കാര്യം ഇപ്പോൾ പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോങ്കി കാർ എന്ന് പറയുന്ന കാറിൻ്റെ ഒരു പ്രത്യേകത, ചൈനയിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ മാത്രം സഞ്ചരിച്ചു കൊണ്ടിരുന്ന, അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്നൊരു ഓണറാണ്, അതൊരു പ്രിവിലേജാണ്. അതിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, 2019 മഹാബലിപുരത്ത് ഷീ ജിൻപിങ് വന്നിറങ്ങുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നത് ഈ ഹോങ്കി കാറാണ്. അത് അവരുടെ പ്രതിരോധ സേനയുടെ കരുത്തും ഒപ്പം തന്നെ അവരുടെ ഈ മെയ്ഡ് ഇൻ ചൈനയുടെ ഒരു പ്രതാപവും ഒക്കെ കാണിക്കുന്ന ഒരു കാറാണ് ഈ ഹോങ്കി കാർ. ആ ഹോങ്കി കാറാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ സഞ്ചരിക്കാൻ കൊടുത്തത് എന്നത് പറയുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സിവിലിയൻ പരമോന്നത ബഹുമതി കിട്ടും എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഏറ്റവും ശ്രദ്ധേയമായ, ഇൻ്റർനാഷണലി ഏറ്റവും ശ്രദ്ധേയമായത് യഥാർത്ഥത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ ചർച്ചയാണ്. മോദിയും ഷീ ജിൻപിങ്ങും തമ്മിൽ ചർച്ചയാണ് അന്താരാഷ്ട്ര വേദിയിൽ. നമ്മളെല്ലാ അന്തർദേശീയ മാധ്യമങ്ങളും എടുത്തു നോക്കുമ്പോൾ പ്രധാന തലക്കെട്ട്, ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ പ്രധാന തലക്കെട്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ നടത്തിയിരിക്കുന്ന ഈ നയതന്ത്ര നീക്കമാണ്. അത് തീർച്ചയായിട്ടും അമേരിക്കയെ ചെറുതല്ലാത്ത വിധത്തിൽ പരിഭ്രാന്തരാക്കും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിന് നേരത്തെ അടരുകളുണ്ട്. ജിമ്മി പറഞ്ഞതിന് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അതിൻ്റെ സാമ്പത്തികമായ മാനങ്ങൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ അമേരിക്കയുമായി ഇന്ത്യക്കുള്ള വ്യാപാരം പോലെ ഒരു ഗുണം ഇന്ത്യയും ചൈനയുമായി ചെയ്യില്ല. അതിൻ്റെ കണക്ക് ഞാൻ പറയാം, നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയാം. നമ്മൾ എടുത്തിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മിയോ വ്യാപാര ബാലൻസോ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രേഡ് ഡെഫിസിറ്റ് എത്രത്തോളമുണ്ട്, ട്രേഡ് സർപ്ലസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അത് ഞാൻ പ്രേക്ഷകർക്ക് ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ കയറ്റുമതി കൂടുകയും നമ്മുടെ ഇറക്കുമതി കുറയുകയും ചെയ്യുന്നതാണ് നമുക്ക് ഗുണകരമാവുന്നത്, അതാണ് നമുക്ക് ട്രേഡ് സർപ്ലസ് ആവുക. എന്നാൽ നമ്മളുടെ കയറ്റുമതി കുറയുകയും ഇറക്കുമതി കൂടുകയും ചെയ്യുമ്പോൾ നമുക്ക് വ്യാപാര കമ്മി ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് സർപ്ലസ് ഉണ്ടായിരിക്കുന്നത്, വ്യാപാര ലാഭം ഉണ്ടായിരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടൊന്ന് നോക്കുമ്പോഴാണ് അമേരിക്കയുടെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 35 മുതൽ 40 ബില്യൺ US$ വരെ അവിടെ നമുക്ക് വലിയ രീതിയിലുള്ള വ്യാപാര ലാഭം ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വ്യാപാര ലാഭം തരുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല, അത് യൂറോപ്യൻ യൂണിയനാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് എനിക്ക് തോന്നുന്നു നെതർലൻഡ്സോ മറ്റോ ആണ്. നെതർലൻഡ്സിൽ ഇതാണ് ഇന്ത്യക്ക് കുറച്ചെങ്കിലും പിന്നീട് ആ അർത്ഥത്തിലൊരു ട്രേഡ് സർപ്ലസ് ഉണ്ടാവുന്നത്. പിന്നെ ഫ്രാൻസ് ഉണ്ടെന്ന് തോന്നുന്നു, ഒരു $9 ബില്യൺ മറ്റോ ആണ് മൂന്നാമത്തെ ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് ബെൽജിയം, ബെലാറസ് ഉണ്ട്, ഇറ്റലി ഉണ്ട്, അങ്ങനെയാണ് UK ഉണ്ട് 4.50. പക്ഷേ ഈ ലിസ്റ്റിൽ ഒന്നും കാണാത്തൊരു രാജ്യമാണ് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ചൈന. ചൈനയുടെ കണക്കെടുത്ത് നോക്കുമ്പോഴാണ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മളൊരു ആവറേജ് എടുത്ത് നോക്കിയാൽ പോലും കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് $113.5 ബില്യൺ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതും ഏതൊക്കെ തരത്തിലാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്? നമ്മളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, അടിസ്ഥാന ഉപകരണങ്ങളും വസ്തുക്കളും അടക്കമുള്ള സാധനങ്ങൾ ഇറക്കുമതി നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണല്ലോ നമ്മൾ ചൈനീസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. $14.25 മറ്റോ ആണ്, ബില്യൺ US$ മറ്റോ ആണ് നമ്മൾ അവിടേക്ക് കയറ്റുമതി ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഇന്ത്യയുടെ വേണ്ട, എന്നാൽ ഇന്ത്യക്ക് ചൈനയുടെ വേണം താനും. ഇതാണ് നമ്മുടെ ട്രേഡ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നൊരു സാഹചര്യം. ആ ട്രേഡ് ഡിപ്പെൻഡൻസി പക്ഷേ ഇന്ത്യക്ക് ഗുണം ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയും ചൈനയും തമ്മിലൊരു വ്യാപാര കരാർ ഉണ്ടാകുമ്പോൾ ചൈനയുടെ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കും, ഇന്ത്യയുടേതായിട്ടുള്ള താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഒരു കാര്യം ഞാൻ പറയാം, ചൈനയുമായിട്ടുള്ള ഈ സാമ്പത്തികമായ ഡിപ്പെൻഡൻസി അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലെ കണക്കുകൾ നോക്കിയാലും ഇപ്പോൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ സോളാർ പാനലുകളാണെങ്കിലും ശരി,
റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട മറ്റ് സോഴ്സുകളാണെങ്കിലും ശരി, എന്തിനേറെ ആൻറ്റിബയോട്ടിക്കുകളടക്കം 80% 90% ചൈനയുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ആ അർത്ഥത്തിൽ രണ്ട് രീതിയിൽ നമുക്ക് വായിക്കേണ്ടി വരും. നേരിട്ടുള്ള വ്യാപാരം ചൈനയുമായി അമേരിക്ക ചെയ്യുന്നത് പോലെ നമുക്ക് ലാഭകരമാവില്ല, പോയിന്റ് നമ്പർ 1. എന്നാൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഗുണം ചെയ്യും. ഇന്ത്യയുടേതായിട്ട് മേക്ക് ഇൻ ഇന്ത്യ എന്ന് നമ്മൾ പറയുമ്പോഴും ചില കാര്യങ്ങളിൽ നമ്മൾ ചൈന, ഇപ്പോൾ ലാപ്ടോപ്പുകൾ, ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകളുടെ 80% പാർട്സും യഥാർത്ഥത്തിൽ ചൈന ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ വ്യാപാരമാണെങ്കിലും ശരി, നിക്ഷേപമാണെങ്കിലും ശരി, ചൈനയുമായിട്ട് നമ്മളൊരു ബന്ധം പുലർത്തുന്ന സമയത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്തില്ലെങ്കിൽ എന്താണോ ശ്രീലങ്കയിൽ ചൈന കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒടുവിൽ ശ്രീലങ്കയെ പാപ്പരാക്കിയത്, ആ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതാണ് സാമ്പത്തികമായ ബന്ധത്തിൻ്റെ കാര്യത്തിലുള്ള നമ്മൾ വേണ്ടുന്ന കരുതൽ. പക്ഷേ സാമ്പത്തികം മാത്രമല്ലല്ലോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം. ആ രണ്ട് രാജ്യങ്ങൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിരോധത്തിൻ്റെ തന്ത്രം, സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ജിയോ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലും, അതാണ് പോയിന്റ് 2. ഭൗമരാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ കണക്ക്. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, അടൽ ബിഹാരി വാജ്പേയിയുടെ വാക്കുകൾ തന്നെയാണ് നമ്മൾ പറയുന്നത്, യു കനോട്ട് സെലക്ട് യുവർ നെയ്ബേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ അയൽക്കാരനെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. യു ക്യാൻ സെലക്ട് യുവർ ഫ്രണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ട്രംപ് മേ ബി യുവർ ഫ്രണ്ട്, പക്ഷേ നിങ്ങളുടെ അയൽക്കാരൻ ഷീ ജിൻപിങ് ആണ്, നിങ്ങളുടെ അയൽക്കാരൻ റഷ്യയാണ്, നിങ്ങളുടെ അയൽക്കാരൻ അഥവാ നിങ്ങളുടെ ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ കിടക്കുന്ന രാജ്യങ്ങളിൽ. അപ്പോൾ ഏഷ്യയിൽ ഒരു ഗ്ലോബൽ സൗത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉണർവുണ്ടാകുന്നതാണ് ഈ നീക്കം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. അതുകൊണ്ട് സാമ്പത്തികമായ ഒരു പക്ഷേ ട്രേഡിൻ്റെ കാര്യത്തിൽ നമുക്കൊരു വ്യാപാര കമ്മി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. $99 ബില്യൺ ട്രേഡ് കമ്മിയുള്ള, വ്യാപാര കമ്മിയുള്ള രാജ്യവുമായിട്ടാണ് നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നത്, അഥവാ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു കരുതൽ വേണം. പക്ഷേ പ്രതിരോധ മേഖലയിൽ അത് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ചെയ്ത ഏറ്റവും മോശമായ ഒരു കാര്യം എന്താണെന്നറിയുമോ? പാകിസ്ഥാൻ്റെ അസീം മുനീർ എന്ന് പറയുന്ന പട്ടാള ജനറലിനെ അവിടേക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ചു സ്വീകരിച്ചു വൈറ്റ് ഹൗസിലേക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ പാകിസ്ഥാനിൽ നിന്നുള്ളൊരു പ്രതിരോധ മന്ത്രിയെ സ്വീകരിച്ചു എന്നതിനും അപ്പുറത്തേക്കൊരു പട്ടാള ജനറലിനെ, ആർമി ചീഫിന് റെഡ് കാർപ്പറ്റ് കൊടുത്ത് വൈറ്റ് ഹൗസിലേക്ക് സ്വീകരിച്ചു. അതിനും അപ്പുറം വലിയ പ്രകോപനം എന്താ വേണ്ടത്? ഞാൻ ഈ പറയുന്നത് 55% തീർച്ചയായിട്ടും വലിയ പ്രകോപനമാണ്. അതൊരു പക്ഷേ ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചേക്കാം. പക്ഷേ ഏഷ്യൻ മേഖലയിലുള്ള സ്ട്രാറ്റജിക് തന്ത്രപ്രധാനമായ നമ്മളുടെ നീക്കങ്ങൾക്ക് അമേരിക്ക തടസ്സമാവുന്നുണ്ട്. അവിടെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ, 2020 ഗാൽവൻ കുന്നുകൾക്ക് ശേഷമുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കസാനിൽ നമ്മളൊരു യോഗം ചേർന്നു. കസാനിലെ ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കരാർ നമുക്ക് ഗുണം ചെയ്തു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ വരുന്നത്. സ്വാഭാവികമായും ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തിയിൽ നിന്ന് നമ്മൾ സൈനികരുടെ എണ്ണം കുറയ്ക്കും, ആ മേഖലയെ പൂർണ്ണമായിട്ടും കോൺഫ്ലിക്റ്റ് ഫ്രീ ആക്കി മാറ്റും. മറ്റൊരു ഗുണം നോക്കൂ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ അരുണാചൽ പ്രദേശിലൊക്കെ ചൈന കടന്നു കയറി ചില സ്ഥലങ്ങൾ കയ്യേറ്റം നടത്തി അവിടെ നമുക്ക് നിരന്തരം തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ അതിൽ നിന്നൊക്കെ ചൈന പിന്മാറുന്ന സാഹചര്യമുണ്ടാവും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇൻസർജൻസി, അവിടുത്തെ വിഘടനവാദത്തെ, ആഭ്യന്തര പ്രശ്നങ്ങളിൽ ചൈനയുടെ ഇടപെടൽ കുറയുന്ന സാഹചര്യമുണ്ടാവും. അത് ഇന്ത്യക്ക് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ്, അതിൽ ഇന്ത്യയുടെ താല്പര്യം കൂടി ചൈന കണക്കിലെടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് നമ്മൾ തകർത്തത് ചൈന പാകിസ്ഥാന് കൊടുത്ത വ്യോമ പ്രതിരോധ സംവിധാനമാണ്. നമ്മുടെ ആകാശ് നമ്മൾ സ്വയം നിർമ്മിക്കുമ്പോൾ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ചൈനയാണ്. ആ ചൈനയാണ് മോദിയുടെ അലിയായിട്ട് വരാൻ പോകുന്നത്, ഇന്ത്യയുടെ സഖ്യമായിട്ട് വരാൻ പോകുന്നത്. ആ അർത്ഥത്തിലും ഇന്ത്യക്കത് നീക്കം ചെയ്യും. ഞാൻ അതിനേക്കാൾ വിശാലമായി കാണാൻ പോകുന്നത് അമേരിക്കയുടെ ഒരു സൂപ്പർ പവർ, ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരുപക്ഷെ ലക്ഷ്യം പൂർണ്ണബോധ്യമില്ലാത്ത ലക്കുകെട്ട നീക്കങ്ങൾക്ക് ഇതൊരു വലിയ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലെ ഏറ്റവും വലിയ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് വ്യാളിയും ആനയും ഒന്നിക്കുന്നു എന്നുള്ളതാണ്. ആ ടൈറ്റിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്, ഡ്രാഗൺ ആൻഡ് എലഫന്റ് ക്യാൻ സ്റ്റാൻഡ് ടുഗദർ എന്നുള്ളതാണ്. അത് അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നത് ചെറിയ വിധത്തിലായിരിക്കില്ല. അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ടുള്ള കച്ചവടമല്ല, അത് അമേരിക്കയ്ക്ക് നഷ്ടമാണെന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ പ്രശ്നം എന്താ, അമേരിക്കയ്ക്ക് ഇന്ത്യ എന്നുള്ളത് ഏഷ്യയിലെ ഒരു വലിയ സഖ്യമാണ്. റഷ്യ അവിടെ നിൽക്കുന്ന സമയത്ത്, ചൈന ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇന്ത്യ ഉപയോഗിക്കാനുള്ള തന്ത്രപ്രധാനമായ ഒരു നീക്കവും ചെയ്യാൻ കഴിയില്ല. പക്ഷെ 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഈ ബന്ധത്തിൻ്റെ ഭാഗമായി. പ്രേക്ഷകർക്കറിയാമല്ലോ, പഞ്ചശീല തത്വങ്ങൾ വന്നതിനു ശേഷം ഇന്ത്യ ചൈന ഭായി എന്ന അവസ്ഥ എത്തിയതിന് ശേഷമാണ് നമുക്ക് ആക്രമണം ഉണ്ടാവുന്നത് ചൈനയുടെ ഭാഗത്തു നിന്ന്. അതാണ് നെഹ്റുവിനെ തളർത്തിക്കളയുന്നത്. അതുകൊണ്ട് ചൈനയെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് നമ്മുടെ ചരിത്രം നമ്മളോട് അങ്ങനെയല്ല പറയുന്നത് എന്നതാണ് വാസ്തവം. അത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്ക് തന്നെ അനുഭവമുണ്ട്, സാമ്പത്തിക മേഖലയിൽ
ശ്രീലങ്കയ്ക്ക് അനുഭവമുണ്ട് എന്നുള്ളതാണ്. ശ്രീലങ്കയിൽ ഇപ്പോൾ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നൊരു വലിയ പോർട്ടുണ്ട്, അതേപോലെ വിമാനത്താവളമുണ്ട്. കാടുമേഞ്ഞ ആന കയറി കിടക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശ്രീലങ്കയ്ക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം. അതൊക്കെ ഇന്ത്യ പക്ഷേ വളരെ സൂക്ഷ്മമായി മാത്രമേ നോക്കുകയുള്ളൂ. മൊത്തത്തിൽ നോക്കിയാൽ ഗ്ലോബൽ സൗത്തിൻ്റെ കാര്യത്തിൽ, ബ്രിക്സിൻ്റെ കാര്യത്തിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ഈ അച്ചുതണ്ട് ശക്തി പ്രാപിക്കുന്നത് ലോകത്ത് അമേരിക്കയുടെ സൂപ്പർ പവറിനെ സംബന്ധിച്ച് ഒന്നുമല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ലക്കുകെട്ട നീക്കങ്ങളെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ അത് സഹായിക്കും. ഇന്ത്യ ചൈനയുമായി അടുക്കുമ്പോൾ സ്വാഭാവികമായും ട്രംപ് മെരുങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ നീക്കം ഗുണം ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത്. സാമ്പത്തികമായിട്ടല്ല, നയതന്ത്രപരമായി, ഭൗമരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി, പ്രതിരോധത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ സ്ട്രാറ്റജിക്കായിട്ട് ഈ നീക്കം ഗുണം ചെയ്യും എന്നതാണ് എൻ്റെ ടേക്ക്. നമ്മൾ ചർച്ചയുടെ അവസാനത്തിലേക്ക് എത്തിയാൽ 3 പേരുടെയും അഭിപ്രായം നീക്കം ഗുണം ചെയ്യുമെന്നാണ്. ഒരാൾക്കതിൽ സംശയമുണ്ട്, നോ എന്നാണ്. Meet the editors.